കഴിച്ചു നോക്കാം. അപ്പോൾ എല്ലാവരും കഴിച്ചിട്ട് കൊള്ളാം നല്ല അഭിപ്രായമാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇതൊന്ന് കഴിച്ച് നോക്കണമല്ലോ. സംഗതി പൊളിയാണ്. അപ്പോൾ ഇപ്പോഴത്തെ പെരുന്നാളിന് നിങ്ങൾ ഇതുപോലെ ഒരു ചോറ് വയ്ക്കണം. വളരെ അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കലറിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ഇറച്ചി ചോറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിൻ്റെ കാഴ്ചകളാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് തന്നെ പോകാം. നമ്മുടെ വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വീഡിയോകൾ ഷെയർ ചെയ്യുക. ഇതെല്ലാം നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചോറ് വയ്ക്കാനായിട്ടൊരു ചെറിയ വെങ്കല പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് 1 കിലോ റൈസ് വെച്ചെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ഇറച്ചിയും ചോറും കൂടെ ഒരുമിച്ച് ചേർത്ത് വയ്ക്കുന്ന ഒരു ഇറച്ചി ചോറ്, ഒരു കപ്സ മോഡലിൽ നമ്മൾ മുമ്പ് ഒരു അറേബ്യൻ കപ്സ കേരള സ്റ്റൈലിൽ നമ്മൾ ആശാൻ ചെയ്തൊരു വീഡിയോ നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുപോലെ നമ്മളിത് ബീഫ് ഇതിൽ തന്നെ ഇറച്ചി ഫുള്ളായിട്ട് ഇതിൽ തന്നെ വെന്ത് വന്ന് ചോറും കൂടെ ഒരുമിച്ച് വെന്ത് വരുന്നൊരു മെത്തേഡിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് പാത്രം ആദ്യം അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ചൂടായ പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നെയ്യ് ചൂടായിട്ടുണ്ട്. ചൂടായ നെയ്യിലേക്ക് നമുക്ക് കുറച്ച് മസാലകൾ, ഫ്രഷ് ആയിട്ടുള്ള മസാലകളാണ് ഇടുന്നത്. പെരിഞ്ചീരകം, പട്ട, ഏലക്ക, ഗ്രാമ്പ്, തക്കോലം, ഇതെല്ലാം നമ്മൾ നെയ്യിലേക്ക് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അത് പെരിഞ്ചീരകം പൊട്ടിക്കഴിയുമ്പോഴേക്കും നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഒരു 2-2.5 സ്പൂണോളം വരും. വെളുത്തുള്ളി അതിലേക്ക് ഒരു പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ചെറുതായിട്ട് ആയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് പറയുന്നത് ഇത് പച്ചമുളകാണ്. നമ്മൾ കാരിമുളകില്ലേ, ആ കാരിമുളക്, പച്ചമുളക്, അതുപോലെ തന്നെ 2-3 തണ്ട് മല്ലിയിലയും അല്പം പുതിനയിലയും കൂടെ അരച്ചെടുത്തിരിക്കുന്നത്. നമ്മളിതിൽ മുളക് പൊടി ചേർക്കുന്നതല്ല, ഇതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. അപ്പോൾ അതൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്കൊരു 2 സവാള എടുത്തിട്ടുള്ളൂ. 2 വലിയ സവാളയും ഒരു 2-3 കാരിമുളക് നീളത്തിന് അരിഞ്ഞതും അതും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ ബീഫ് ഇത്തിരി വേവ് കൂടുതലാണെന്ന് തോന്നുന്നു, അതുകൊണ്ട് നമ്മൾ കുക്കറിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊരല്പം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ ഒരല്പം മാത്രം മതി. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ മല്ലിപ്പൊടി ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടി അതുകൂടെ ചേർത്ത് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. അതൊന്ന് വരണ്ട് വരണം, പൊടിയുടെ പച്ചമണം ഒന്ന് മാറിയതിന് ശേഷം ഇത് തക്കാളി പേസ്റ്റാണ്. തക്കാളി ഒരു 2 നല്ല പഴുത്ത തക്കാളി നമ്മൾ മിക്സിയിൽ നല്ലതുപോലെ അടിച്ച് ജ്യൂസാക്കി എടുക്കണം. അതുകൂടെ ചേർത്ത് നമുക്കിതൊരു ഗ്രേവി ആക്കി എടുക്കാം. നമ്മൾ ഇത് ഒന്ന് ചൂടായി വരണം, നല്ലതുപോലെ ഡ്രൈ ആയി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് നമ്മൾ ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ട്. ആ ബീഫ് കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് വേവിച്ചെടുക്കാം. ബീഫ് കുറച്ചുകൂടെ വേവാനുണ്ട്. നമ്മുടെ ഈ ഗ്രേവിയിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഒരു 3/4 ഭാഗത്തോളം വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ ബീഫ് നമുക്കിതിലേക്ക് ചേർത്ത് പേസ്റ്റ് ഇതിലേക്ക് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് സമയം അടച്ച് വേവിക്കണം. അപ്പോൾ ഇനി ഇവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നൊന്നുമില്ല. ഇനി നമ്മളെ വീട്ടിനകത്തേക്ക് വേണം. മഴ ചാറി തുടങ്ങിയിട്ടുണ്ട്, മഴ അനുവദിക്കില്ല. ഇപ്പോൾ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബീഫും അങ്ങനെ വെന്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മളെ ബീഫ് വേവിച്ച വെള്ളം കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. ആ വെള്ളം കൂടെ ചേർത്ത് നമുക്ക് ബീഫ് നല്ലതുപോലെ വേവിച്ചെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഈ ബീഫിലേക്ക് 1 സ്പൂൺ കുരുമുളക് പൊടി ആണ് ചേർക്കുന്നത്. നല്ല നാടൻ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഒരു 1/4 സ്പൂൺ ഗരം മസാല പൊടി കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആദ്യമേ തന്നെ ഫ്രഷ് മസാലകൾ ചേർത്തിട്ടുള്ളത് കൊണ്ട് ഈ പൊടി ഒരല്പം മാത്രം ചേർത്താൽ മതി. ഇനി ഇതിനെ നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് നല്ലതുപോലെ വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക്
വെള്ളം ചേർക്കണം. നമ്മൾ ചോറ് വയ്ക്കുന്നതിനുള്ള വെള്ളം നമുക്കിതിലേക്ക് തന്നെ ചേർക്കണം. നമ്മൾ കൈമ അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളമാണ് അതിൻ്റെ കണക്ക്. നമ്മൾ ഈ ഒരു പാത്രത്തിന് 1 പാത്രം അരി ഉണ്ടായിരുന്നു. അത് കുതിർക്കാത്ത അരി. നമ്മളിപ്പോൾ 1 മണിക്കൂർ കുതിർത്താണ് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പാത്രത്തിന് തന്നെ 1.5 പാത്രം വെള്ളമാണ് നമ്മൾ ഈ ചോറിനായിട്ട് ഒഴിക്കേണ്ടത്. അപ്പോൾ 1/2 പാത്രം വെള്ളം കൂടെ ചേർക്കണം. പിന്നെ വെള്ളം എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, വെള്ളം നല്ലതുപോലെ ചൂടാക്കിയ വെള്ളമാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യം എന്ന് പറയുന്നത് ഒരു ചെറുനാരങ്ങയുടെ നീര് ചേർക്കണം. അപ്പോൾ ഈ ചോറൊക്കെ തമ്മിലൊന്നും ഒട്ടിപ്പിടിക്കാതെയും പിന്നെ ഒരു പ്രത്യേക ടേസ്റ്റൊക്കെ കിട്ടും. ഒരു നാരങ്ങയുടെ നീരങ്ങ് ചേർക്കുകയാണെങ്കിൽ നമുക്കൊരു നാരങ്ങ 2ആയിട്ട് കട്ട് ചെയ്ത് 2 പാഴ്സിൻ്റെയും നീര് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ ചേർക്കുന്നത് ഈ സാമ്പാർ മുളക് എന്നൊക്കെ പറയുന്നത് തൊണ്ടൻ മുളക്, വലിയ മുളകുണ്ടല്ലോ, അതാണ് ഒരു മുളകിനെ ഒരു 3-4 പീസായിട്ട് മുറിച്ചിട്ട് ചേർത്തിട്ടുണ്ട്. നമ്മൾ മൊത്തം 3 മുളക് ഇതിലിപ്പോൾ ചേർത്തിട്ടുണ്ട്. സമയത്ത് തന്നെ നമ്മുടെ ഉപ്പ് ഒന്ന് നോക്കിക്കൊള്ളണം. അപ്പോൾ നമുക്കൊരു ലേശം കുറവായിരുന്നു, അതുകൊണ്ട് നമ്മളൊരല്പം ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട്. വെള്ളത്തിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഇളക്കി നല്ലതുപോലെ തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഈ തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് നമുക്ക് ഈ അരി ഇടാം. അരി എന്ന് പറയുമ്പോൾ നമുക്ക് കൈമ അരിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ 1 മണിക്കൂർ സമയം നമ്മൾ കുതിർത്ത് വെച്ചിരുന്ന അരിയാണ്. നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിതിനെ നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫും നമ്മുടെ ആ കൈമ അരിയും എല്ലാം കൂടെ ചേർന്ന് ഒരുമിച്ച് അങ്ങ് വേവാനുള്ളൊരു തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഇനി നമ്മളൊന്ന് ഇടയ്ക്ക് 1-2 തവണ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ വലിയ തീയും ബഹളമൊന്നും വേണ്ട. ഇനി നമ്മളത് നല്ലതുപോലെ ഒന്ന് തിളച്ച് കിട്ടണം. അതിനുശേഷം നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് അടച്ചു വയ്ക്കാം. അപ്പോൾ അതിടയ്ക്ക് നമ്മളൊന്ന് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ അടിയിലൊക്കെ പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടൊന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും. നമുക്ക് ഒന്നുകൂടെ നോക്കാം. അപ്പോൾ വെള്ളമൊക്കെ കുറച്ച് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ അരിയുടെ ഒരു പകുതി വേവ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ദമ്മിലൊക്കെ ഇരുന്ന് വേവാനുള്ളതേ ഉള്ളൂ. ഒരു അര വേവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം ഒരു നല്ലതുപോലെ ഈ ചോറിനെ നമുക്ക് ഇതിൽ ഒതുക്കി ഒന്ന് അമർത്തി വയ്ക്കണം. ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് കുറച്ച് വെജിറ്റബിൾസൊക്കെ ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ ഇടാം. ക്യാരറ്റ്, ബീൻസും ഒക്കെ ഇടാം. ഇപ്പോൾ നമുക്കിവിടെ ക്യാരറ്റ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. നമ്മളൊന്ന് ക്യാരറ്റ് മാത്രം അങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ക്യാരറ്റ് നമുക്കിതുപോലെ നീളത്തിൽ അരിഞ്ഞതായിരിക്കണം. അപ്പോൾ നമുക്കിതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ വിതറി കൊടുക്കാം. അപ്പോൾ ഇതിനെ നമുക്ക് അടച്ച് വെച്ച് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. തുറന്ന് നോക്കാം. അതെ, ക്യാരറ്റ് എല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട്. അതെ, റൈസും വെള്ളമെല്ലാം വറ്റി നല്ലതുപോലെ വെന്തിട്ടുണ്ട്. പിന്നെ ഒരു അല്പം കൂടിയേ വേവാനുള്ളൂ. നമ്മൾ ഒരു ലാസ്റ്റ് ദമ്മിൽ അത് കംപ്ലീറ്റ് വറ്റി ഡ്രൈ ആയി നമുക്ക് നല്ല ചോറായിട്ട് കിട്ടും. പിന്നെ ഇളക്കുമ്പോൾ കുഴയാതെ ഇളക്കണം. അപ്പോൾ ഇനി ചോറ് നമുക്ക് വീണ്ടും ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം. എയർ ടൈറ്റായിട്ട് തന്നെ നിൽക്കണം. അതിലിരുന്ന് അല്പം കൂടി വേവാനുള്ളത് കൂടെ വെന്ത് കിട്ടും. നമുക്കിനി ചോറ് ദം ചെയ്യാം. അതിനായിട്ട് ഒരു തക്കാളി ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞെടുത്ത് നമുക്ക് ഈ ചോറിൻ്റെ മുകളിലേക്ക് വിതറി കൊടുക്കാം. പിന്നെ നമ്മൾ സവാള വറുത്ത് വെച്ചിട്ടുണ്ട്. സവാള, അണ്ടിപ്പരിപ്പ്, മുന്തിരി, കറിവേപ്പില ഇതെല്ലാം ഉള്ള സാധാ വറുക്കുന്നത് പോലെ വെച്ചിട്ടുണ്ട്. അതുകൂടെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്നതാണ്, അതുകൂടെ ചേർക്കാം. അപ്പോൾ നമുക്ക് പൈനാപ്പിൾ ചേർക്കാൻ വരുന്നത്, അത് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഒരു 4-5 തുള്ളി പൈനാപ്പിൾ എസൻസ് കൂടി നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ 2 സ്പൂൺ ഫ്രഷ് നെയ്യും കൂടെ നമ്മൾ ഒഴിക്കുകയാണ്. നമുക്ക് കുറച്ച് പൊളിച്ച മുട്ട കൂടെ ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ദമ്മിലൊക്കെ ഇരുന്ന ആ മണമൊക്കെ പിടിച്ച് ഈ മുട്ടയ്ക്കൊക്കെ ഒരു പ്രത്യേക ഫ്ലേവർ ആയിരിക്കും, പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും പിന്നെ കഴിക്കുമ്പോൾ. ഇപ്പോൾ കാണാൻ തന്നെ ഒരു ചേലല്ലേ. അപ്പോൾ നമ്മൾ മൈദ വെച്ചൊന്നും സീൽ ചെയ്യുന്നില്ല, അല്ലാതെ തന്നെ അങ്ങ് അടയ്ക്കുകയാണ്. കനലിലിടാൻ നിവർത്തിയില്ല, അതുകൊണ്ട് നമുക്ക് ഗ്യാസിലേക്ക് ഇതുപോലെ ഒരു ദോശക്കല്ല് വെച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ആ കല്ലിൻ്റെ പുറത്തേക്ക് നമുക്ക് നമ്മുടെ ഈ പാത്രം ദം ചെയ്യാനായിട്ട് വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പം നമുക്ക് അടിയൊന്നും കരിഞ്ഞു പോകാതിരിക്കും, അല്ലെങ്കിൽ ഒരു ഭാഗം മാത്രം കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അടച്ചതിന് ശേഷം നമുക്ക് കനലിട്ട് കൊടുക്കാം. ഒരു 15 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്കിനി ദമ്മൊക്കെ ഒന്ന് പൊട്ടിച്ച് നോക്കാം. അരെ വാ, അതാ നമ്മുടെ ദം ബിരിയാണി ഇറച്ചി ചോറ് ഇവിടെ റെഡിയായി. ഈ മുട്ടയെല്ലാം ഞാൻ സൈഡിലേക്ക് ഒതുക്കി. ഇതിന് ശേഷം നല്ലതുപോലെ നമുക്ക് ഇനി ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. വേണ്ട,
വെള്ളമെല്ലാം കറക്റ്റായിരുന്നു. ഇതേ അളവ് തന്നെ നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. കറക്റ്റ് റിസൾട്ട് കിട്ടും. നല്ല റിസൾട്ടായിരിക്കും. നല്ല മണമെല്ലാം വരുന്നുണ്ട്. കഴിക്കാൻ ഇപ്പോൾ തന്നെ കഴിക്കാനങ്ങ് തോന്നുക. ഇതുപോലെ നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളെ ചോറ് എല്ലാം ദമ്മെല്ലാം പൊട്ടിക്കുന്ന സമയമായപ്പോഴത്തേക്ക് മഴയെല്ലാം തോർന്നു. അപ്പോൾ പുറത്താകുമ്പോഴത്തേക്ക് നല്ല വെളിച്ചവും കിട്ടും. നമ്മുടെ ഈ ചോറിൻ്റെ ഒക്കെ യഥാർത്ഥ രൂപം നമുക്കറിയാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ മഴയാണെങ്കിൽ നമ്മളിഞ്ഞ് പുറത്തോട്ട് കൊണ്ടിറങ്ങിയിട്ട് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് അടുപ്പിൽ തന്നെ സാധനം കൊണ്ട് വെച്ചാണ് നമ്മൾ ഇളക്കിയൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കത് എങ്ങനെ ഉണ്ടെന്ന് നമ്മളിതിന് കോരി കഴിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ചോറ് കണ്ടിട്ട് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടാടെ? ഇഷ്ടപ്പെട്ടു. അവർക്ക് മാത്രമല്ല, ഞാനും പ്രതീക്ഷിച്ചതിനേക്കാളും വളരെ പെർഫെക്റ്റാണ് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നമുക്ക് ആ പഴയ ട്രഡീഷണൽ മോഡലിൽ ഒരു മുട്ടയൊക്കെ അകത്ത് വെച്ച് ഒരു പ്ലേറ്റിൽ ആദ്യം കോരാം. ആദ്യം കുറച്ച് ചോറ് അങ്ങ് വയ്ക്കാം. വെച്ചിട്ട് നമുക്ക് ഒരു മുട്ട എടുത്തതിൻ്റെ സെൻറ്ററിലേക്ക് അങ്ങ് വയ്ക്കാം. ഇപ്പോൾ 2 പേരുണ്ട്. 2 പേർക്കൂടെ 2 മുട്ട നമുക്ക് വയ്ക്കാം. ഓക്കെ, വെച്ചതിന് ശേഷം നമുക്ക് ചോറും അതിലേക്ക് കോരി വയ്ക്കാം. ഇറച്ചി എല്ലാം ആയി തന്നെ ഉണ്ട് അല്ലേ? ഇനി ആ പഴയ മുടക്കം അങ്ങനെ ഒതുക്കി വെക്കണം. ആ മുട്ട ഇഞ്ഞ് പുറത്ത് കാണാത്ത രീതിയിൽ നമുക്ക് ചോറെല്ലാം ഇട്ട് ഇതുപോലെ അങ്ങനെ ഒന്ന് സെറ്റ് ചെയ്യും. കണ്ടപ്പോൾ കഴിക്കാനൊക്കെ തോന്നുന്നുണ്ടായിരിക്കും നമ്മുടെ പ്രേക്ഷകർക്ക്. അപ്പോൾ ഇപ്പോഴത്തെ എന്തായാലും ബലി പെരുന്നാളിന് ഈ ഒരു മെത്തേഡ് തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി ഇതിൻ്റെ സൈഡിലേക്ക് നമുക്ക് വേറെ ഡിഷ്, വേറെ കറികളൊന്നും വേണ്ട, അല്ലാതെ തന്നെ കഴിക്കാം. എങ്കിലും ഒരു ഭംഗിക്ക് വേണ്ടി നമുക്ക് ഒരല്പം സലാഡ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സലാഡും ഒരു പപ്പടം കൂടെ നമുക്ക് ഇതിലേക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ചോറ് ഇന്ന് കഴിക്കാനായിട്ട് ഒരു സ്പെഷ്യൽ ആളും കൂടെ ഉണ്ട്. നമ്മളെ സ്ഥിരം മക്കളും നമ്മുടെ സോമേണ്ണ മാത്രമല്ല, നമ്മുടെ സ്ഥിരം ക്യാമറ വുമനെ നമ്മളിന്ന് സാപ്പാടിൻ്റെ മുമ്പ് ഇരുത്തിയിരിക്കുകയാണ്. അത് എന്നും ക്യാമറ പിടിച്ച് കഴിയുമ്പോഴത്തേക്ക് പുള്ളിക്ക് കുറഞ്ഞു പോകണമെന്നാണ് പരാതി. അതുകൊണ്ടാണ് പുള്ളിയും കൂടെ മുമ്പ് ഇരുത്തിയേക്കണത്. സോമേണ്ണ എങ്ങനെയുണ്ട് നമ്മുടെ സ്പെഷ്യൽ ചോറ് ഇന്നത്തെ? സൂപ്പറായിട്ടുണ്ട്. എങ്ങനെയുണ്ട് ആബി? ഇഷ്ടപ്പെട്ടു. ആദിലക്ഷ്മിക്ക് ഇഷ്ടപ്പെട്ടോ? ഓക്കെ, അപ്പോൾ ക്യാമറ വുമണ്ണും ഇഷ്ടപ്പെട്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇനി ഞാനും കൂടെ ഒന്ന് കഴിച്ചു നോക്കാം. അപ്പോൾ എല്ലാവരും കഴിച്ചിട്ട് കൊള്ളാം, നല്ല അഭിപ്രായമാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇതൊന്ന് കഴിച്ചു നോക്കണമല്ലോ. സംഗതി പൊളിയാണ്. അപ്പോൾ ഇപ്പോഴത്തെ പെരുന്നാളിന് നിങ്ങൾ ഇതുപോലെ ഒരു ചോറ് വയ്ക്കണം. വളരെ ടേസ്റ്റിയാണ്, വളരെ സിമ്പിളാണ്, പെട്ടെന്ന് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു ആണ്. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം. നല്ല റിസൾട്ടായിരിക്കും. വേറെ ഒരു കറിയും വേണ്ട. ഇത് ഒരു സലാഡൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടി വെച്ചിരിക്കുന്നതേ ഉള്ളൂ. ഇത് ചോറ് മാത്രം മതി കഴിക്കാനായിട്ട്. അല്ല, ബീഫെല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പികളും കുഞ്ഞു കുഞ്ഞു വീഡിയോസും ഒക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാം. സ്നേഹപൂർവ്വം കല്ലറയുടെ കലവറ. പറഞ്ഞിരിക്കാൻ നേരമില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ്. കഴിക്കട്ടെ നമ്മൾ.